ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബി സി എയുടെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ഇതിലുള്ള മാർക്കിംഗ് സ്കീം അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് മാർക്സ് ഇൻക്ലൂഡിങ് ചോയ്സ്. അപ്പോൾ ഇവിടെ ടോട്ടൽ നിങ്ങൾക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് യൂണിറ്റിൽ 17 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, തേർഡ് യൂണിറ്റിൽ നിന്ന് 13 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 21 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോയ്സ് അടക്കം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങളിവിടെ അറ്റൻഡ് ചെയ്യേണ്ടത് 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ ഇവിടെ 66 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ബട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് ഇവിടെ 40 ആണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ളത് നോക്കാം. ഇവിടെ ടോട്ടൽ 4 പാർട്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ പാർട്ട് എയിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഈ പാർട്ടിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. ഇവിടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ് ഈ പാർട്ടിൽ. ദെൻ പാർട്ട് ബി ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇവിടെ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അങ്ങനെ 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ കാണാൻ പറ്റും. നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 7 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 14 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. ദെൻ പാർട്ട് സി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. അതിൽ 3 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും. അങ്ങനെ 21 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 4 ക്വസ്റ്റ്യൻസും നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 12 മാർക്സ് സ്കോർ ചെയ്യാം. ദെൻ പാർട്ട് ഡി, ഇത് ആക്ച്വലി ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് 20 മാർക്സിൻ്റെ. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്സ് വീതം. അങ്ങനെ 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 10 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് എയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. Answer any 4 questions. Each question carries 1 mark. അപ്പോൾ ഇവിടെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നത് ആക്ച്വലി യു ബൈ വി ഫോമിലാണുള്ളത്. നമുക്കറിയാം യു ബൈ വി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ ഈ ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി കോസ് എക്സ് ആണ്. അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. സോ ദിസ് ഇസ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിച്ച് ഈസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു derivative of cos x which is minus sin x, then divided by cos x whole square, that is actually cos square x. അപ്പോൾ ഇവിടെ this is equal to cos x into cos x എന്ന് പറഞ്ഞാൽ ആക്ച്വലി cos square x ആണ്. then minus into minus become plus sin x into sin x sin square x divided by cos square x. But here we have sin square x plus
cos square x is actually 1. So this is equal to 1 by cos square x, but actually we have the reciprocal of cos x, which is 1 by cos x is actually sec x. So this is equal to sec square x. So ഇവിടെ derivative of sin x by cos x എന്ന് പറയുന്നത് actually sec square x ആണ്. So next question. If A is an orthogonal matrix, then show that A inverse equal to A transpose. So ഇവിടെ നമുക്ക് actually A inverse equal to A transpose എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ തന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് A is orthogonal. So here we have A is orthogonal if A transpose equal to A transpose A equal to I. So consider A transpose equal to I. So രണ്ട് സൈഡിലും A ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A ഇൻവേഴ്സ് ഇൻറ്റു A ട്രാൻസ്പോസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു I എന്ന് എഴുതാം. ഹിയർ A ഇൻവേഴ്സ് ഇൻറ്റു A ഈസ് ആക്ച്വലി ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് I ഇൻറ്റു A ട്രാൻസ്പോസ് ഈക്വൽ ടു A ഇൻവേഴ്സ്. അതായത് ഏതൊരു മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് ദിസ് ഇസ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് A ട്രാൻസ്പോസ് ഈക്വൽ ടു A ഇൻവേഴ്സ്. That is A inverse is actually A transpose. So ഇതാണ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So next question. State Rauch's theorem. So here theorem states that the system of equations a11x1 plus a12 x2 plus etc plus a1n xn equal to k1, a21 x1 plus a22 x2 plus etc plus a2n xn equal to k2, etc am1 x1 plus am2 x2 plus etc plus amn xn equal to kn is consistent if and only if the coefficient matrix, അതായത് ഇവിടെ ആക്ച്വലി ഇവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ വരുന്ന കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ അത് മെട്രിക്സ് ആയിട്ട് നമ്മൾ represent ചെയ്തിട്ടുണ്ട് ഇവിടെ. That is the coefficient matrix A equal to a11 a12 etc a1n, a21 a22 etc a2n, etc am1 am2 etc amn, and the augmented matrix K equal to a11 a12 etc a1n k1 etc am1 am2 etc amn km are of the same rank, otherwise the system is inconsistent. അതായത് ഇവിടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ആക്ച്വലി റൗച്ചസ് തിയറം പറയുന്നത്. അപ്പോൾ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്. കോഎഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെയും അതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെയും റാങ്ക് സെയിം ആയിരിക്കണം. അല്ലാത്ത പക്ഷം സിസ്റ്റം എന്തായിരിക്കും? ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. State involution law in Boolean algebra. Boolean algebra il actually involution law പറയുന്നത് ഇതാണ്. If B is a Boolean algebra, if B is a Boolean algebra, then A double dash is A for all A in B, where A double dash is actually A complement the whole complement. അപ്പോൾ ഇതാണ് ആക്ച്വലി ബൂളിയൻ ഓൾജിബ്രയിലുള്ള ഇൻവല്യൂഷൻ ലോ എന്ന് പറയുന്നത്. ബി ഒരു ബൂളിയൻ ഓൾജിബ്ര ആണെങ്കിൽ എ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വലി എ തന്നെയായിരിക്കും, വിച്ച് ഇസ് ട്രൂ ഫോർ എവറി എലമെൻറ്റ് ഇൻ ബി. ഹിയർ എ ഡബിൾ ഡാഷ് ഈസ് ആക്ച്വലി എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇൻവല്യൂഷൻ ലോ. Then next question. Write the nth derivative of ax plus b. So ഇവിടെ നമുക്ക് ax plus b യുടെ nth derivative ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. That is d raised to n by dx raised to n of ax plus b. അതാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് പ്ലസ് ബി ഹോൾ പവർ എം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ ആക്ച്വലി പവർ 1 ആണ്. സോ ഫോർമുലയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല.
സോ നമ്മൾ ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. d by dx of ax plus b. This is actually d by dx of ax plus d by dx of b. So this is equal to d by dx of a is a and b is a constant, so the derivative is 0, so this is equal to a. Then next, second derivative, d square by dx square of ax plus b. So ഇത് ആക്ച്വലി ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി കോൺസ്റ്റൻ്റ് ആണ്, സോ ദ ഡെറിവേറ്റീവ് ഈസ് 0. ദെൻ ഇതുപോലെ നമ്മൾ ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ്, അതായത് തേർഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ്, അത് 0യുടെ ഡെറിവേറ്റീവ് 0 ആണ്. സോ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ 0 തന്നെ കിട്ടും. സോ ഇവിടെ നമുക്ക് പറയാം d raised to n by dx raised to n of ax plus b എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു a if n ഈക്വൽ ടു 1. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമാണ് a വരുന്നത്, ബാക്കി എല്ലാ കേസിലും എന്താ വരുന്നത്? 0 ആണ് വരുന്നത്, 0 അതർവൈസ്. സോ ദിസ് ഈസ് ദ nth ഡെറിവേറ്റീവ് ഹിയർ.